വിശപ്പ് എന്നത് ശരീരത്തിന് ആഹാരം ആവശ്യമായിരിക്കുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു അനുഭവമാണ്. എന്നാൽ എല്ലാ വിശപ്പുകളും ഒരുപോലെയല്ല. ചിലർക്കത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റു ചിലർക്കത് അതിദാരിദ്ര്യത്തിൻ്റെ സ്ഥിരമായ കൊടും വേദനയാണ്. ലോകത്ത് ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ വിശന്നിരിക്കുകയാണ്. നിറയാത്ത വയറും നിറഞ്ഞ കണ്ണുമായി അവർ ഉറങ്ങുന്നു. വിശന്നിരിക്കുന്ന കുട്ടികളുടെ കണ്ണിൽ കാണുന്ന മൗനത്തിൻ്റെ തീഷ്ണത സഹാനുഭൂതിയുള്ള ഏതൊരു വ്യക്തിയുടെയും മനസ്സിളക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ലോകത്തിൽ തന്നെ ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനമാണ് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്. 200-ലധികം രാജ്യങ്ങളിലായി 14 ലക്ഷത്തിലധികം അംഗങ്ങളുമായി സേവന രംഗത്ത് ഒരു നൂറ്റാണ്ടിലധികമായി ലയൺസ് ക്ലബ് നിലകൊള്ളുന്നു. ലയൺസ് ക്ലബിൻ്റെ 9 പ്രഥമ പരിഗണന വിഷയങ്ങളിലൊന്ന് ദാരിദ്ര്യം മൂലമുള്ള വിശപ്പില്ലാത്ത സമൂഹം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ലയൺസ് ക്ലബ് 3180യുടെ ആഭിമുഖ്യത്തിൽ 2024 ക്ലബിൻ്റെ അന്നത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന ലയൺ രാജൻ നമ്പൂതിരിയുടെ ആശയമായി തൃപ്പൂണിത്തുറയിൽ സുഭിക്ഷം എന്ന പേരിൽ ഉച്ചയ്ക്ക് ഒരു നേരം സൗജന്യമായി ഭക്ഷണം നൽകുവാൻ തീരുമാനിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയുമായി സഹകരിച്ച് നഗരസഭയുടെ തന്നെ ഹാളിൽ ഉച്ചഭക്ഷണം സൗജന്യമായി നൽകി തുടങ്ങിയ അന്നേ ദിവസം മുതൽ ഇന്നേ ദിവസം വരെ മുടങ്ങാതെ സുഭിക്ഷം നടന്നു വരികയാണ്. 100 കണക്കിന് ആളുകൾ ദിവസേന അവിടെ ഉച്ചഭക്ഷണത്തിനായി എത്തുന്നു. തിരുവാണിയൂരിന് സമീപമുള്ള മാമലയിൽ സ്ഥിതി ചെയ്യുന്ന ലയൺസ് ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം കൃത്യം 12:45 എല്ലാ ദിവസവും നഗരസഭയുടെ കവാടത്തിൽ എത്തുന്നു. പ്രിയപ്പെട്ട ലയൺസ് സുഹൃത്തുക്കളെ, ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത് ലയൺസ് ഇന്റർനാഷണലിന്റെ ഭാഗമായി ആഗോളതലത്തിൽ തന്നെ 9 പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഹൃദയസ്പർശമായ ഒരു പദ്ധതിയാണ് അന്തർ എന്ന് പറയുന്ന പദ്ധതി. 2024-25 രാജൻ എൽ നമ്പൂതിരി ഡിസ്ട്രിക്ട് ഗവർണർ, ഇപ്പോഴത്തെ മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ ആരംഭിച്ച മഹത്തായ പദ്ധതി. ഈ പദ്ധതിക്ക് അദ്ദേഹം ഒരു പേരിൽ സുഭിക്ഷം എന്ന പേരിട്ട് തൃപ്പൂണിത്തുറ നഗരത്തിന്റെ മധ്യേ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്ന ഒരു പദ്ധതിയായിരുന്നു മാറുകളിൽ. തീർച്ചയായിട്ടും ഈ പദ്ധതി മുഖാന്തരം 250 പേർക്ക് ഉച്ചഭക്ഷണം നൽകുക എന്ന മഹത്തായ പദ്ധതി. ഭക്ഷണം എപ്പോഴും അവകാശപ്പെടാനുള്ളതാണ് എന്ന മികച്ച ചിന്തയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു മഹനീയത. ഈ പദ്ധതി വിജയകരമായി നടക്കണമെങ്കിൽ, ഈ പദ്ധതി എല്ലാ വർഷവും നടക്കണമെങ്കിൽ ഡിസ്ട്രിക്ട് ഗവർണറായ ഞാനെടുത്ത തീരുമാനം, എൻ്റെ സഹപ്രവർത്തകരോടുകൂടി തീരുമാനിച്ചിട്ട് ഞാനെടുത്ത ഒരു വലിയ തീരുമാനമാണ്. ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റ് എന്ന രീതിയിൽ എല്ലാ ക്ലബ്ബുകളെയും സന്ദർശിക്കാനുള്ള ഒരു അവസരം ഒരു ഡിസ്ട്രിക്ട് ഗവർണറിന്റെ അവകാശമാണ്. ഈ സന്ദർഭത്തിൽ ഡിസ്ട്രിക്ട് ക്ലബ്ബുകളെല്ലാം തരുന്ന മൊമെന്റുകൾ, അതുപോലെ അവർ തരുന്ന പൂച്ചെണ്ടുകളെല്ലാം ഒഴിവാക്കി ഈ പദ്ധതിയുടെ ഭാഗമായി പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വരുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ രീതിയിലുള്ള നിങ്ങൾ അതിലെന്തു മുടക്കുന്നോ അത് കൊടുക്കുക എന്നുള്ള വലിയൊരു അഭ്യർത്ഥനയാണ് ഈ പദ്ധതിയുടെ കടന്നു ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് DG വിസിറ്റിൽ പൂച്ചെണ്ടുകളോ മൊമെന്റോകളോ ഒന്നും ഇനി മുതൽ സ്വീകരിക്കുന്നില്ല. പകരം നിങ്ങൾ 1000 മൈലും 2000 മൈലും ഒരു ഡിസ്ട്രിക്ട് ഗവർണർ വിസിറ്റിന് കൈ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഈ മൊമെന്റോന്റെ എമൗണ്ട് അന്തർ പദ്ധതിയിലേക്ക് തുറത്തുകൊണ്ട് അത് വിജയകരമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം അത് തന്നെ. രണ്ടാമത്തെ കാര്യം, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലൈൻ സജി ചമേലി ചടുലമായ നേതൃത്വമാണ് ഈ വർഷം മുഴുവൻ നമുക്ക് തന്നിട്ടുള്ളത്. ഒരുപക്ഷെ ടെക്നോളജിയിൽ ഏറ്റവും വിദഗ്ധനായ അദ്ദേഹം ഈ എൻറ്റയർ ലയൺസ് ഫാമിലി, ഏകദേശം 6200 പേരുണ്ട്, ആ ഫാമിലിയുടെ ഡാറ്റ കളക്ട് ചെയ്യാവുന്ന വലിയൊരു പ്രൊസീജിയർ അദ്ദേഹം കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 20,000 പേരുടെ ഡാറ്റ കളക്ട് ചെയ്തു. അത് കളക്ട് ചെയ്യാനായിട്ട് ബർത്ത്ഡേ, വെഡിങ് ഡേ, ഓർമ്മ ദിവസങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. ഈ ആഘോഷങ്ങളെല്ലാം ചുരുങ്ങിയ എമൗണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നത് 500 രൂപ കൊടുത്താൽ തന്നെ 20,000 പേര് കൊടുത്താൽ തന്നെ ഈ ഒരു പദ്ധതി 20,000 സെലിബ്രേഷന്റെ പദ്ധതി മനോഹരമാവും. അപ്പൊ പ്രിയപ്പെട്ട എല്ലാ ലയൺസ് സഹപ്രവർത്തകരും ഈ പദ്ധതിയുടെ ഭാഗമായി സമർപ്പിതമായി ഈ പദ്ധതി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഓർമ്മ ദിവസങ്ങൾ, അതുപോലെ നിങ്ങളുടെ ബർത്ത്ഡേകൾ, നിങ്ങളുടെ ഫാമിലി ഉണ്ടാവുന്ന
എല്ലാ ബർത്ത്ഡേസും അതുപോലെ തന്നെ വെഡിങ് ഡേയ്സ് ഒക്കെ ആഘോഷിക്കുമ്പോൾ സുഭിക്ഷം പദ്ധതിയുമായി ആഘോഷിക്കൂ. 10 പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ 500 ഉറുപ്പിക, ഒരു ദിവസം ഭക്ഷണം കൊടുക്കുവാൻ 5000 ഉറുപ്പിക. അപ്പൊ തീർച്ചയായിട്ടും പ്രിയ സഹോദരങ്ങൾ, ഈ സുഭിക്ഷം പദ്ധതി മഹനീയമായി വിജയിപ്പിക്കണമെന്ന് മോർ ഹാൻഡ്സ് മോർ സർവീസ് അതും നമുക്ക് നടക്കട്ടെ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സുഭിക്ഷം പദ്ധതിയിൽ ഈ വീഡിയോ എടുക്കുന്ന കുന്നത്തനാട് ഗ്രേറ്റർ ലയൺസ് ക്ലബിനും അതിന്റെ സ്പോൺസർ ക്ലബായ പലാറ്റൂർ ഹിൽവാലിയ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുവാൻ ഈ ഒരു നിമിഷം വിനിയോഗിക്കുകയാണ്. യേശുവാൻ സുഭിക്ഷം പദ്ധതി മഹത്താക്കൂ, മഹത്തരമാക്കൂ. വിശക്കുന്നവർക്ക് അഭ്യർത്ഥനയില്ലാതെ വിശക്കുന്നവനകത്ത് ഒരു ആവശ്യമായി ഇത് മാറട്ടെ എന്നത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ലയൺസ്. ഡിയർ ലയൺ ഫ്രണ്ട്സ് ആൻഡ് വെൽവിഷേഴ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനായ ലയൺസ് ഇന്റർനാഷണലിന്റെ എറണാകുളം, ഇടുക്കി, ആലപ്പുഴ എന്നീ 3 റവന്യൂ ജില്ലകളിലായിട്ട് 180ഓളം ക്ലബ്ബുകളുണ്ട്. ഈ 180ഓളം ലയൺസ് ക്ലബിൽ 6200ഓളം ഫാമിലീസ് ആണുള്ളത്. അതായത് ഒരു ഫാമിലിയിൽ നമ്മളൊരു 4 പേര് വെച്ച് കൂട്ടുകയാണെങ്കിൽ 30,000ഓളം ആക്റ്റീവായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആണ് ഈ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൃപ്പൂണിത്തുറയിൽ സുഭിക്ഷം എന്ന പേരിൽ 300ഓളം ആളുകൾക്ക് ഡെയിലി ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പ്രോജക്റ്റ് നടന്നു വരികയാണ് എന്നുള്ള കാര്യം എല്ലാ ലയൺ ഫ്രണ്ട്സിനും അറിയാം. ഈ ഒരു പദ്ധതിയിൽ ഈ വർഷത്തെ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KB ഷൈൻകുമാർ പുതിയ ഒരു ആശയമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ എല്ലാ ആളുകളും നമ്മളുടെ വീട്ടിൽ ഏകദേശം 5 മുതൽ 10 തവണ നമ്മുടെ ബർത്ത്ഡേസോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ശരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ 1000-ഓ 2000 രൂപയുടെ കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ കേക്കും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് വരുന്നത്. അതിനു പകരം നമുക്ക് ഒരു നേരത്തെ വിശപ്പടക്കുവാനായിട്ട് സാധിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ ഒരു ഉച്ചഭക്ഷണം പുറത്തുപോയി വാങ്ങുവാൻ സാധിക്കുന്നില്ലാത്ത ആളുകൾക്ക് അത് നൽകുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിക്ക് വേണ്ടി 500-ഓ 1000-ഓ 2000-ഓ 5000-ഓ രൂപ നിങ്ങൾ ഈ സുഭിക്ഷം എന്ന പദ്ധതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 10-ഓ 20-ഓ 100-ഓ ആളുകൾക്ക് ശരിക്കും ഉച്ചഭക്ഷണം നൽകുവാനായിട്ട് സാധിക്കും. ആ ഒരു ആശയമാണ് ഡിസ്ട്രിക്ട് ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഈ വർഷം നമ്മുടെ ഈ ഡിസ്ട്രിക്ട് 318 6000 ഫാമിലീസും അല്ലെങ്കിൽ 30,000 മെമ്പേഴ്സും ഒരു പ്ലഡ്ജ് എടുത്തിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നടക്കുന്നതായ എല്ലാ സെലിബ്രേഷൻസും കേക്ക് വാങ്ങി അതിനുവേണ്ടി കാശ് മുടക്കാതെ ഈ വിശക്കുന്നവർക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ ഒരു സുദിനം അവര് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു പദ്ധതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KB ഷൈൻകുമാറിനെയും അത് ഹൃദയത്തോട് ചേർത്ത് അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന എല്ലാ ലയൺ മെമ്പേഴ്സിനും അതേപോലെ ഈ പദ്ധതി കേട്ടറിഞ്ഞ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വെൽ വിഷേഴ്സിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഡോക്യുമെന്ററിക്ക് പിന്നിൽ പ്രവർത്തിച്ച ലയൺസ് ക്ലബ് ഓഫ് കുന്നത്തനാട് ഗ്രേറ്ററിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാ മെമ്പേഴ്സിനും ആ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത മലയാറ്റൂർ ഹിൽവാലി മെമ്പേഴ്സിനും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ്, ലോകത്തിലെ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ കോഴ്സുകളിൽ ഒന്നായ ഹങ്കർ പ്രൊജക്ട് നമ്മളുടെ ഈ 318 അതിനെ സുഭിക്ഷം എന്ന പേരിൽ നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായി നടത്തിക്കൊണ്ടുപോകുന്നു. ഈ സുഭിക്ഷം പദ്ധതിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളുടെ പ്രിയങ്കരനായ ഗവർണർ എല്ലാ ക്ലബ്ബുകളും സന്ദർശിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റുകളും മൊമെന്റോകളും
വേണ്ടെന്ന് വെച്ച് അതെല്ലാം ഹങ്കറിലേക്ക് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് ഹങ്കറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ അദ്ദേഹം നമ്മളെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ബർത്ത്ഡേകളും ഓരോ മക്കളുടെ ആയാലും എല്ലാവരുടെയും വിവാഹ വാർഷികങ്ങളും ഓർമ്മ ദിനങ്ങളും ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ചിലവഴിക്കുന്ന ഒരു അംശം, ചിലവഴിക്കുന്ന ഫണ്ടിന്റെ ഒരു അംശം നമ്മളുടെ ഹങ്കറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വളരെ വിജയകരമായ ഒരു പ്രസ്ഥാനമായി മാറുകയും ഭാവിയിലേക്കും എല്ലാവർക്കും ഇത് കൊണ്ടു നടക്കാൻ വളരെ സുഖകരമായിരിക്കുമെന്നും മറ്റുള്ളവർക്ക് ഇത് ഒരു ഉപകാരപ്രദമാകട്ടെ എന്നും ആശംസിക്കുന്നു. I am Varghese Joseph, District Cabinet Treasurer, requesting all of you to contribute some amount to Subhisham Paddhati for the noble project. Thank you. Thank you very much. ഈ വർഷം ഹങ്കർ പ്രോഗ്രാമിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയായ ലയൺ എം രാമചന്ദ്രൻ്റെ മേൽനോട്ടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പദ്ധതി കേരളക്കരയ്ക്കാകെ മാതൃകാപരമാണ്. വിശക്കുന്നവൻ്റെ വിഷമതകൾ മനസ്സിലാക്കി സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങിയ 318 മഹനീയമായ സേവനം വരും നാളുകളിലും ഇതിലേറെ ഭംഗിയായി തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സഹാനുഭൂതിയുള്ള സുമനസ്സുകൾക്ക് എന്നും നല്ലത് വരട്ടെ. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും കൂടുതൽ ആളുകളിലേക്ക് ഈ പദ്ധതിയുടെ ഉദ്ദേശശുദ്ധി എത്തുകയും ഇനിയും കൂടുതൽ ആളുകൾക്ക് പ്രയോജനകരമായി പ്രവർത്തിക്കുവാനും 318 സുഭിക്ഷം എന്ന പദ്ധതിക്ക് എന്നെന്നും കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.